സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ UDF തരംഗം തന്നെയായിരുന്നു. സംസ്ഥാനത്തെ ഭരണകക്ഷിയായ LDFന് ആലത്തൂർ ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാ MP എന്ന ചരിത്ര നേട്ടവും ഇക്കുറി സുരേഷ് ഗോപിയെ തേടിയെത്തി. റിപ്പോർട്ട് കാണാം. കേരളത്തിൽ UDF തരംഗമില്ല എന്ന വാദങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. തൃശൂരും ആലത്തൂരും ഒഴികെ എല്ലാ മണ്ഡലങ്ങളും UDF ആധിപത്യം പുലർത്തി. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നത്. ഫലസൂചികകൾ മാറിമറിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാലാമതും ശശി തരൂർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. തീരദേശ മേഖലയിലെ വോട്ടുകളുടെ ബലത്തിലാണ് ശശി തരൂർ NDAയിലെ രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്തിയത്. ഫോട്ടോ ഫിനിഷിംഗ് വിജയത്തിനാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സാക്ഷിയായത്. 364 വോട്ടുകൾക്കാണ് എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ V ജോയിയെ പരാജയപ്പെടുത്തിയത്. കേന്ദ്ര സഹമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ V മുരളീധരൻ 3,11,779 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ മൂന്നാമതെത്തി. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം RSPയുടെ NK പ്രേമചന്ദ്രൻ നിലനിർത്തിയത്. എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ M മുകേഷ് MLAയേക്കാൾ 1,50,302 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് NK പ്രേമചന്ദ്രൻ വിജയിച്ചത്. മാവേലിക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് 8ാം തവണയും ലോക്സഭാംഗമായി. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന്റെ ഏക ആശ്വാസമായിരുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ AICC ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. മണ്ഡലത്തിൽ വേണുഗോപാലിനുണ്ടായിരുന്ന മുൻ പരിചയവും തിരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്തു. ക്രൈസ്തവ സഭകൾക്കിടയിലുള്ള സ്വാധീനമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് ഗുണം ചെയ്തത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ LDFന്റെ തോമസ് ഐസക്കിന് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ലീഡ് നില ആന്റോ ആന്റണിക്ക് അനുകൂലമാകുകയായിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ തുടർച്ച തന്നെയായിരുന്നു കോട്ടയം മണ്ഡലത്തിൽ പ്രതിഫലിച്ചത്. 87,266 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കേരള കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തിയത്. മൂന്നാം സ്ഥാനക്കാരനായ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലത്തിൽ LDF വോട്ടുകളിലുണ്ടാക്കിയ സ്വാധീനം തോമസ് ചാഴിക്കാടിന് വിനയായി. ഇടുക്കിയിലെ ജനകീയ നേതാവായ UDFന്റെ ഡീൻ കുര്യാക്കോസിന് വോട്ടെണ്ണൽ വേളയിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തോട്ടം മേഖലയിലെ പ്രതിസന്ധികളും കാർഷിക മേഖലയിലെ വിലയിടിവും ചർച്ചയായ മണ്ഡലത്തിൽ 1,33,727 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് LDFന്റെ ജോയ്സ് ജോർജിനെ ഡീൻ പരാജയപ്പെടുത്തിയത്. 2,50,385 വോട്ടുകൾക്കാണ് LDFന്റെ KJ ഷൈനിനെ ഹൈബി ഈഡൻ എറണാകുളത്ത് പരാജയപ്പെടുത്തിയത്. സാമുദായിക സമവായങ്ങൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായി. ന്യൂനപക്ഷ വോട്ടുകളും മണ്ഡലത്തിൽ ഹൈബിക്കൊപ്പം നിന്നു. ബെന്നി ബെഹനാനും ചാലക്കുടി മണ്ഡലം 2ാം വട്ടവും നിലനിർത്തി. 63,754 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം മണ്ഡലത്തിൽ നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. 74,686 വോട്ടിന്റെ തകർപ്പൻ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി LDFന്റെ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത്. 3 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പ്രചാരണത്തിനെത്തിയത്. K രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായ ആലത്തൂർ മാത്രമാണ് LDFന് ആശ്വാസമായത്. 20,011 വോട്ടുകൾക്കാണ് അദ്ദേഹം കോൺഗ്രസിലെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത്. പാലക്കാട് VK ശ്രീകണ്ഠനും കോഴിക്കോട് MK രാഘവനും ജയം നേടി. ലീഗിന്റെ ഉറച്ച കോട്ടകളായ പൊന്നാനിയിലും മലപ്പുറത്തും അബ്ദുൾ സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറും വിജയം നേടി. ആദ്യം മുതൽ തന്നെ വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുങ്ങിയ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. LDFന്റെ KK ശൈലജയെ തോൽപ്പിക്കാൻ ഭൂരിപക്ഷ വോട്ടുകളും നവമാധ്യമങ്ങളിലെ ഷാഫിക്കുള്ള പിന്തുണയും സഹായകമായി. 1,14,506 വോട്ടുകളാണ് ഷാഫിയുടെ ഭൂരിപക്ഷം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം KPCC അധ്യക്ഷൻ K സുധാകരൻ നിലനിർത്തിയപ്പോൾ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 2ാമതും ലോക്സഭയിലെത്തി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.